ഹലോ, എന്തൊക്കെയാ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഇക്കാക്ക് ഓഫീസിൽ പോകണ്ടാത്തൊരു ദിവസമാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇന്ന് എഴുന്നേറ്റത്. അപ്പോൾ എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കും താഴേക്ക് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി അത്യാവശ്യം എന്താ സമയം പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്ന്. നല്ല രസമാണ് ഇവിടെ വണ്ടികളൊക്കെ പോകുന്നത് കാണാനായിട്ട്. അപ്പോൾ പിന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ നൂറാടെ കാര്യം നോക്കാണ്ട് സത്യം പറഞ്ഞാൽ പല്ല് പോലും തേക്കാൻ പറ്റില്ല. അപ്പം രാവിലെ എഴുന്നേൽക്കുന്ന പാടെ അവക്കുള്ള ഫുഡും കാര്യങ്ങളും വെള്ളവും എല്ലാം ഞാൻ റെഡിയാക്കി അവിടെ വെക്കും. അപ്പോൾ അങ്ങനെയാണ് ഒരു പതിവ്. കാരണം വെച്ചാൽ ഞാൻ വാഷ്റൂമിൽ പോകുന്നതിന് മുന്നേ തന്നെ പുള്ളിക്കാരി എഴുന്നേറ്റ് ഫുഡ് ചോദിക്കും. അപ്പോൾ കരയുന്നത് കാണുമ്പോഴത്തേക്കും നമുക്കും ഒരു വിഷമമാണ്. അപ്പം രാത്രി എല്ലാം ഉറങ്ങിയിട്ട് വിശന്നിട്ടിരിക്കുന്നതല്ലേ. അപ്പോൾ ഞാൻ എന്താക്കും, രാവിലെ പെട്ടെന്ന് തന്നെ കയ്യും കഴുകി പെട്ടെന്ന് അവൾക്കുള്ള ഫുഡൊക്കെ എടുത്ത് വെക്കും. ഇപ്പം ഞാൻ മേശപ്പുറത്ത് എടുത്ത് വെച്ചപ്പോഴത്തേക്കും വിശപ്പ് സഹിക്കാൻ മേലാതെ പാവം മണ്ടേ കയറി വന്നിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. പക്ഷെ ഞാനങ്ങനെ ടേബിളിലൊന്നും വെച്ച് കൊടുക്കാറില്ല. ഇതിപ്പോൾ ഞാൻ അങ്ങോട്ട് അതിൻ്റെ പാത്രം വെക്കാനായിട്ട് പോയ സമയം കൊണ്ട് നൂറ കയറി ഇരുന്ന് കഴിക്കുകയാണ്. ഇപ്പം തലേ ദിവസം കൊടുത്തിട്ടുള്ള ഫുഡ് അവളുടെ പാത്രത്തിലുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ അങ്ങനെ ബുദ്ധിമുട്ടിക്കാറില്ല അവള്. ഇൻ കേസ് ഫുഡ് തീർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബെഡ്റൂമിൻ്റെ വാതിക്കെ വന്ന് നിന്ന് നല്ല കരച്ചിലായിരിക്കും കേട്ടോ. അപ്പോൾ ആ കരച്ചിൽ കേട്ടിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ എഴുന്നേൽക്കുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ആ പാത്രവും കാര്യങ്ങളും എല്ലാം താഴെ എടുത്ത് വെച്ച് കൊടുത്തു. അപ്പോഴും ആ ഭാഗത്ത് തന്നെയാണ് അവൾക്ക് ഫുഡും കാര്യങ്ങളും എല്ലാം വെച്ച് കൊടുക്കുന്നത്. പിന്നെ അവൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് അവൾ കിടക്കുന്ന സ്ഥലമൊക്കെ ഞാൻ വൃത്തിയാക്കും റോളർ വെച്ചിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര വൃത്തിയാക്കിയെന്ന് പറഞ്ഞാലും നിങ്ങൾക്കറിയാമല്ലോ, കാറ്റ്സിനെയൊക്കെ വളർത്തുന്നവർക്കറിയാം നല്ല പൂട ഉണ്ടാവും. അപ്പോൾ അവൾ പൂട ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആ സ്ഥലത്ത് അവൾ കിടക്കില്ല. ഭയങ്കര വൃത്തിക്കാരിയാണ്. അപ്പം നമ്മൾ ഇപ്പോൾ പെറ്റ്സിനെ വളർത്തുകയാണെന്നുണ്ടെങ്കിലും വൃത്തിക്ക് തന്നെ നമ്മൾ വളർത്താൻ നോക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ അസുഖങ്ങളും കാര്യങ്ങളും വരും. പിന്നെ നമ്മൾ പെറ്റ്സിനെ വളർത്തുമ്പോഴത്തേക്കും പൊതുവെ വീടും കാര്യങ്ങളും ഒക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ നോക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെന്നുണ്ടെങ്കിൽ ആകെ കച്ചറയാകും ഫ്ലാറ്റ്. അപ്പം ഇവളെ നമ്മൾ ഗ്രൂമിങ് ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല നീളമുള്ള പൂടയാണ്. അപ്പം ഞാൻ എപ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് അത് വൃത്തിയാക്കും. അപ്പം ഇവർക്ക് ഇത് കാണുമ്പോഴത്തേക്ക് എന്തോ ഒരു കൗതുകമാണ്, എന്താ ഞാൻ ഈ ചെയ്യുന്നതെന്നും പറഞ്ഞിട്ട് ഓടി വരും. ഇപ്പം അങ്ങനെ ഓടി വന്നിട്ടാണ് ഈ കാണുന്നത്. എല്ലാം കൗതുകമാണ് പുള്ളിക്കാരിക്ക്, എന്താണ് എന്നുള്ളത്. അപ്പോൾ എന്താന്നുള്ളത് ചെക്ക് ചെയ്യുന്നതാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ. പിന്നെ അതെല്ലാം വൃത്തിയാക്കി കഴിയുമ്പോഴത്തേക്കും പിന്നെ അടുത്തത് അവളുടെ ലിറ്റർ ബോക്സ് വൃത്തിയാക്കലാണ്. ഇവള് ഈ രണ്ട് കാര്യങ്ങൾ ക്ലീൻ ചെയ്യാതെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ചെയ്യത്തേ ഇല്ല. രാവിലെ അങ്ങനെയാണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഫുഡ് ആദ്യമേ കൊടുക്കുക. ഫുഡ് കഴിച്ചതിന് ശേഷം അവള് ലിറ്റർ ബോക്സ് യൂസ് ചെയ്യും. ദെൻ അത് കഴിഞ്ഞിട്ടാവും പിന്നെ കളിയും ബഹളവും ഒക്കെ. അപ്പം എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താണെന്നുണ്ടെങ്കിലും ലിറ്റർ ബോക്സും കൂടെ വൃത്തിയാക്കാന്ന് വെച്ചു ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക്. അപ്പം സത്യം പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നൂറാടെ കാര്യം ചെയ്യാൻ തന്നെ അത്യാവശ്യം ടൈം എനിക്ക് വേണം. എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ ഞാൻ ചെയ്യുന്നത് നൂറാടെ കാര്യമാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ കാര്യം പോലും ചെയ്യാണ്ട് ഞാൻ അവളുടെ കാര്യം ചെയ്തു കൊടുക്കും. നമ്മുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. പക്ഷെ മൃഗങ്ങളുടെ കാര്യം അങ്ങനെയല്ലോ. അവർക്ക് അവരുടേതായ ചെയ്യാനും എടുക്കാനും ഒന്നും അവർക്ക് പറ്റാത്തതുകൊണ്ട് നമ്മളത് ചെയ്ത് കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പം കുറച്ച് പ്രയോറിറ്റി ഞാൻ അതിന് കൊടുക്കാറുണ്ട്. കാരണം വെച്ചാൽ അവള് വൃത്തികേടായിട്ടുള്ള ലിറ്റർ ബോക്സും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്യത്തില്ല. അപ്പൊ പിന്നെ അതിനൊരു ബുദ്ധിമുട്ടാക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് ചെയ്തു കൊടുക്കും. പിന്നെ എന്തുണ്ടെന്നുണ്ടെങ്കിലും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പുള്ളിക്കാരി ഞാൻ ഈ ചെയ്യുന്നത്, അതിപ്പം വീട്ടുജോലിയാണെന്നുണ്ടെങ്കിലും കൊള്ളാം, ഇവളുടെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും കൂട്ടത്തിൽ ഓടി നടന്നെല്ലാം നമ്മുടെ കൂട്ടത്തിൽ കാണും. അപ്പം അതൊരു രസമാണ്. പിന്നെ എനിക്കിവിടെ കുറച്ച് മീൻ കുഞ്ഞുങ്ങളുണ്ട്. അപ്പം അതിന് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണമായിരുന്നു. അതെല്ലാം കൊടുത്തു. പിന്നെ ഇവിടെ ഗ്ലാസ് ഒക്കെ ക്ലീൻ ചെയ്യാണ്. അപ്പം എൻ്റെ അടുക്കളയിലെ ഗ്ലാസ് ആണിത്. അപ്പം നല്ല ക്ലിയർ ആയിട്ടിരിക്കുന്ന കണ്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഓൾറെഡി അവർ ക്ലീൻ ആക്കുന്നുണ്ട്. നമ്മളുടെ നൂറ കിടക്കുന്ന ഇവിടെയാണ്. ആക്ച്വലി ഇവക്ക് നേരത്തെ ഞാൻ വേറെ ബെഡ് മേടിച്ചിട്ടുണ്ട്, ഇതിൻ്റെ അടിയിലുണ്ട്. പക്ഷെ അവൾക്ക് അത് ഇഷ്ടമല്ല. അതിന് പകരം അവൾക്ക് ഈ ബ്ലാങ്കറ്റ് ടൈപ്പ് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളതാണ് അവൾക്ക് താല്പര്യം. അപ്പം നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ബ്ലാങ്കറ്റാണ്. അപ്പം എപ്പോഴും ബെഡ്റൂമിൽ വരുമ്പോഴത്തേക്ക് അതിനുള്ളിൽ കയറി കിടക്കും. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി അത് ഭയങ്കര ഇവൾക്ക് ഇഷ്ടമാണ്. അപ്പം പിന്നെ ഞങ്ങൾ എന്താക്കി, അത് അവൾക്ക് കൊടുത്തിട്ട് ഞങ്ങൾ പുതിയ ബ്ലാങ്കറ്റ് മേടിച്ചു. അപ്പോൾ അത് ലിറ്റർ ബോക്സ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാർ ലിറ്റർ ബോക്സ് യൂസ് ചെയ്തു. ഇല്ലാന്നുണ്ടെങ്കിൽ ലിറ്റർ ബോക്സ് യൂസ് ചെയ്യത്തേയില്ല. പിന്നെ ഞാനിതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അടുക്കളയിലേക്ക് പോകുമെന്നറിയാം. അപ്പം നേരത്തെ ചെന്ന് സീറ്റ് പിടിക്കാനായിട്ട് പോകുന്ന പോക്കാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെയാണ് അവളുടെ വിശേഷങ്ങളും കാര്യങ്ങളും. അപ്പം പിന്നെ നൂറാടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ എൻ്റെ കാര്യങ്ങൾ ചെയ്യണമല്ലോ. അപ്പം ഞാൻ ബ്രഷ് ചെയ്തു, ജസ്റ്റ് ഒന്ന് ഫ്രഷായി.
ഇനിയിപ്പം കുറച്ച് നമ്മുടെ യൂട്യൂബിൻ്റെ കുറച്ച് പരിപാടികൾ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു വാം വാട്ടർ എടുത്തിട്ട് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പം സമയം കിട്ടുന്നത് പോലെ ഇപ്പം രാവിലെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട്. അപ്പോഴത്തേക്ക് എന്നാൽ പിന്നെ അതൊക്കെ ഒന്ന് തീർത്ത് ഇരിക്കാമെന്ന് വെച്ചു. ഞാൻ ഈ തട്ടിക്കളയുന്നത് നൂറാടെ കൂടെ തന്നെയാണ് കേട്ടോ. രാത്രി എന്താക്കും, ഇതിൻ്റെ മണ്ടയിലൊക്കെ ചിലപ്പം വലിഞ്ഞ് കയറും. അപ്പോൾ അത് ജസ്റ്റ് എന്താണെങ്കിലും വാക്വം ചെയ്യേണ്ടത് കൊണ്ട് ഞാൻ തറയിലേക്ക് തട്ടിയിട്ടതാണ്. അപ്പോൾ ഡെയിലി എന്താണെന്നുണ്ടെങ്കിലും ഇപ്പോൾ പെറ്റ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വാക്വം ചെയ്യേണ്ട വരും. എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ എത്ര ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാലും, എത്ര നമ്മൾ അതിൻ്റെ രോമങ്ങളൊക്കെ ചീകി ഒതുക്കി കൊടുത്തെന്ന് പറഞ്ഞാലും നമുക്ക് എന്താണെന്നുണ്ടെങ്കിലും ഉണ്ടോ. അപ്പോൾ പിന്നെ അലർജിയും കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോഴത്തേക്കും നമ്മളെപ്പോഴും ഡെയിലി നമ്മൾ സത്യം പറഞ്ഞാൽ രാവിലെയും വൈകിട്ടും വാക്വം ചെയ്യാറുണ്ട്. ചില ദിവസങ്ങളിൽ ഇപ്പം വീട്ടിൽ ഉള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ രാവിലെയും വാക്വം ചെയ്യും, അതുപോലെ തന്നെ വൈകിട്ടും വാക്വം ചെയ്യും. ഞാൻ കമ്പ്യൂട്ടർ ഓണാക്കാൻ നോക്കിയപ്പോഴത്തേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓഫായിപ്പോയി. വൈകിട്ടെങ്ങാണ്ട് ഞാനിങ്ങനെ അടച്ചു വെച്ചിട്ട് അങ്ങ് പോയി. അപ്പോൾ പിന്നെ അത് ഞാൻ ചാർജറും കാര്യങ്ങളൊക്കെ എടുത്തൊന്ന് കുത്തിയിടുമായിരുന്നു. അപ്പം ഞാൻ ഓർത്തു ആ സമയം കൊണ്ട് നൂറാടെ കണ്ണും ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാനായിട്ടുണ്ട്. അപ്പം അത് പിന്നെ ചെയ്യാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ ലാപ്ടോപ്പും തുറന്നുകൊണ്ടിരുന്നതാണ്. അപ്പോഴത്തേക്കുമാണ് പിന്നെ നോക്കിയപ്പോഴത്തേക്കും അതിന് ചാർജില്ല. അപ്പം പിന്നെ ഓർത്ത് വന്നാൽ പിന്നെ ചാർജ് കയറട്ടെ, ആ സമയത്ത് നൂറാടെ ബാക്കി കാര്യങ്ങൾ ചെയ്താൽ അവളെ പിന്നെ ഫ്രീ ആക്കി അങ്ങ് വീണാലോ. ഇന്നിപ്പം ഓഫീസിലേക്കൊക്കെ പോകണ്ടാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു രീതിക്ക് വീഡിയോയും കാര്യങ്ങളും ഒക്കെ. അല്ലാത്ത ദിവസം സത്യം പറഞ്ഞാൽ സൂപ്പർ ഫാസ്റ്റാണ്. ഈ കാര്യങ്ങളൊക്കെ വളരെ സ്പീഡിൽ ചെയ്യേണ്ട വരും. പിന്നെ ഇക്കാനെ രാവിലെ വിടണമെന്നുണ്ടെങ്കിൽ ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ ഇക്ക ഓൾറെഡി ഇന്ന് പോകാത്തൊരു ദിവസം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ലോ മോഷനിൽ വീഡിയോ പോകുന്നത് കേട്ടോ. ഈ നൂറ കുഞ്ഞായിരുന്നപ്പോഴത്തേക്കും ഞാൻ ഇവളെ ക്ലീൻ ആക്കാനൊക്കെ പിടിക്കുമ്പോഴത്തേക്കും ഇരുന്ന് തരത്തില്ലായിരുന്നേ, ഒട്ടുമേ ഇരുന്ന് തരത്തില്ലായിരുന്നു. പിന്നെ ഇപ്പം ആയപ്പോഴത്തേക്കും ഓൾറെഡി അവൾക്ക് മനസ്സിലായി, ഓക്കെ അവളെ ക്ലീൻ ചെയ്യാനാണ് എന്ന് മനസ്സിലായതുകൊണ്ട് പുള്ളിക്കാരി ഇരുന്ന് തരും കേട്ടോ. അപ്പോൾ നേരത്തെ ഞാൻ ഇവളുടെ സാധനങ്ങളൊക്കെ ഇവിടെ TV-യുടെ ഇവിടെ ഒരു ക്യാബിനിലാണ് ഒരു പോർഷൻ എടുത്ത് വെച്ചിട്ട് നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അപ്പം അത് എടുക്കാനായിട്ട് പോകുമ്പോഴത്തേക്ക് ഇവളൊരൊറ്റ ഓട്ടം ഓടും. പക്ഷെ ഇപ്പം അങ്ങനല്ല കേട്ടോ. ഇപ്പം അവൾക്കറിയാം, അതുകൊണ്ട് ഇരുന്ന് തരും. അങ്ങനെ വലിയ അലമ്പൊന്നും എടുക്കാറില്ല. പിന്നെ ഞാൻ പതുക്കെ സൂക്ഷിച്ച് അവളുടെ ഒരു കംഫർട്ട് സോണും കൂടെ നോക്കിയിട്ടൊക്കെയാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് പുള്ളിക്കാരി ഇരുന്ന് തരും. ഇരിക്കാൻ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കരച്ചിലും ബഹളമായി ഇരുന്ന് തരാനുള്ള ഒരു ചാൻസ് കുറവാണ്. നമ്മൾ ഡെയിലി ഇതിൻ്റെ കണ്ണും അതിൻ്റെ കാലും ഒക്കെ നമ്മൾ തൂത്ത് കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ ഇതിന് പെട്ടെന്ന് അലർജിയും കാര്യങ്ങളും രോഗങ്ങളും ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഡെയിലി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഒരു ദിവസം പോലും മുടക്കാതെ ചെയ്യുന്ന ഒരു കാര്യവും കൂടിയാണ് കേട്ടോ ഈ ക്ലീൻ ആക്കൽ. കാരണം വെച്ചാൽ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മളുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് എപ്പം വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. പക്ഷേ നമ്മൾ ക്ലീൻ ആക്കി കൊടുത്താൽ മാത്രമല്ലേ അവർ ക്ലീൻ ആകത്തുള്ളൂ. എല്ലാ മൃഗങ്ങളും അങ്ങനെ തന്നെ. അപ്പം എപ്പോഴും നമ്മൾ ഹൈജീനായിട്ട് അതുങ്ങളെയും കൂടെ നമ്മൾ കരുതണമല്ലോ. ഇല്ലാന്നുണ്ടെങ്കിൽ അതുങ്ങൾക്ക് അസുഖം വന്നു കഴിയുമ്പോൾ നമുക്ക് തന്നെയാണ് പ്രശ്നം വരിക. ഞാൻ ആദ്യം ഓർത്ത് ഈ ഒരു വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യാം എന്ന് വെച്ചു. പിന്നെ ഓർത്തു കുറേ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം കാണുന്നവർക്ക് വീണ്ടും മടുപ്പാകും. പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും ഇല്ല. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, ഫുഡ് വെക്കുന്നു, അങ്ങനെ സ്പെഷ്യലായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഡേ ഇൻ മൈ ലൈഫിൽ പറയാനായിട്ടില്ല. അപ്പം ഞാൻ ഓർത്തു ഇങ്ങനെ ജസ്റ്റ് ഒരു രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കും നൂറായോ ആയിട്ടുള്ള ആ ഒരു ജസ്റ്റ് കാര്യങ്ങൾ, അപ്പം അത് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചാൽ അതിങ്ങനെ ചെയ്ത വീഡിയോ ആണ് കേട്ടോ. പിന്നെ കഴിഞ്ഞ ആഴ്ച മൊത്തം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ അല്ലായിരുന്നു. അപ്പം ഞാൻ ഒരു ചേഞ്ച് ആയിക്കോട്ടെ, കാണുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടാകും സെയിം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്കും തോന്നിയിട്ട് ഒരു ചേഞ്ച് ആവശ്യമാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇട്ടത് കേട്ടോ. ഇതിപ്പോൾ ഓൾറെഡി രാവിലെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് ഉച്ചയ്ക്കൊക്കെ അപ്ലോഡ് ചെയ്യണമെന്ന് വെച്ചാണ്. പക്ഷേ നടന്നില്ല, നമുക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു. അപ്പോൾ അങ്ങനെ അർജൻറ്റായിട്ട് പുറത്ത് പോകേണ്ട വന്നത് കൊണ്ട് പിന്നെ ഇത് എഡിറ്റ് ചെയ്യാനും ഒക്കെ കുറച്ച് ഡിലേ വന്നു. നൂറാക്കപ്പം എല്ലാം വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ കണ്ണ് അതുപോലെ തന്നെ ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നില്ല. നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് കണ്ണ്, മെയിൻലി നമ്മൾ കണ്ണ് വെറ്റ് ടിഷ്യൂസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കണ്ണ് രണ്ടും വൃത്തിയാക്കുക. അതുപോലെ തന്നെ അവളുടെ മൂക്ക്, അതുപോലെ തന്നെ താടിയുടെ ഭാഗം, അപ്പം അതെല്ലാം നല്ലതായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കണം. പിന്നെ ചെവിയുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഴ്ചയിൽ 2 തവണ ക്ലീൻ ചെയ്യും. അത് 2 ടൈപ്പ് സൊല്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ഇയർ വാക്സ് ഇളകാനുള്ളതും ഒന്ന് ഇയർ ഡ്രോപ്സും. അപ്പോൾ ഇത് രണ്ടും കൂടെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലീൻ ആക്കുന്നത്. അപ്പം മെയിൻലി ഇവക്ക് നമ്മൾ വേറെ എന്തൊക്കെയാന്ന് പറഞ്ഞാലും ചെവി ഒരു വീക്ക്ലി 2 തവണ നമ്മൾ ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും. പെട്ടെന്ന് അസുഖം വരും ഇതിന്. പിന്നെ കാലൊക്കെ ഒന്ന് തൂത്ത് കൊടുക്കും ഞാൻ. ഇത് വഴി അങ്ങനെ ഇപ്പോൾ ചെളി പറ്റാനായിട്ടൊന്നും ഇല്ല എങ്കിലും
ആ കാലും ഇതൊക്കെ ഒന്ന് ഞാൻ തൂത്ത് കൊടുക്കും. അവൾക്ക് കാല് തുടയ്ക്കുന്നത് ഇഷ്ടമല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് വെറ്റ് ഇഷ്യൂ ആയതുകൊണ്ട് അവളുടെ കാലിൻ്റെ അടിയിൽ ഭയങ്കര സോഫ്റ്റ് അല്ലേ, അപ്പം അവൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയാണ്. അപ്പം അതാ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം അവൾക്ക് ജസ്റ്റ് ഒന്ന് ചീകി കൊടുക്കണം. എന്തെങ്കിലുമൊക്കെ പൂടെയൊക്കെ ഇതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ഒന്നും സമ്മതിക്കത്തേയില്ലായിരുന്നു, പിന്നെ ഇരിക്കും. എന്നാലും പക്ഷേ ഇത് എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കും പുള്ളിക്കാർ വിചാരിക്കുന്നത് ഞാൻ അതിനെ കളിപ്പിക്കാൻ വേണ്ടി എന്തോ ഒരു സാധനം എടുത്തുകൊണ്ട് വരുന്നതാണെന്ന്. ചില സമയത്ത് അതിനകത്ത് കയറി പിടിച്ച് കടിക്കും. അപ്പം ഇന്ന് വലിയ കുഴപ്പമില്ലാണ്ടിരുന്നു, എന്നാലും ചെറുതായിട്ടൊക്കെ ഒരു എന്താ പറയുക തട്ടിമാറ്റിക്കളയുന്നൊക്കെ ഉണ്ടായിരുന്നു. അത് പുള്ളിക്കാരി ഓരോ ദിവസത്തെ ഇതുപോലെ ഇരിക്കും. പിന്നെ നമ്മൾ എത്ര ഇതുപോലെ ചെയ്യി കൊടുത്തെന്ന് പറഞ്ഞാലും കുറച്ചൊക്കെ പൂടെ അവിടെ ഇവിടെയൊക്കെ ആകും കേട്ടോ. അപ്പം മെയിൻലി ഇത് നമ്മൾ ചെയ്യുന്നത് വാക്യൂം ചെയ്യും, അല്ലാണ്ട് വേറെ വഴിയില്ല. അങ്ങനെ അവളെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം എന്താ ഇവിടെ സെറ്റിൽ വന്നിരുന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്തോട്ട് വരികയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവളെപ്പോഴും അങ്ങനെയാണ്, എവിടെ പോയാലും ഇൻ കേസ് ഇപ്പം നമ്മൾ വാഷ്റൂം യൂസ് ചെയ്യാനായിട്ട് പോയെന്ന് പറഞ്ഞാലും പുള്ളിക്കാരി എന്താവും അതിൻ്റെ ഫ്രണ്ടിൽ വന്ന് കരഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ്. പിന്നെ നൂറായ്ക്ക് ഇഷ്ടമുള്ള സ്ഥലമാണിത്. ഇവള് വന്ന കാലം തൊട്ടേ അവൾക്ക് ഇഷ്ടമാണ് ഇവിടെ ഇരിക്കാനായിട്ട്. എന്നിട്ട് അവിടെയാണ് കൂടുതലും ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പം അവളുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഞാൻ ഇരുന്നു. അപ്പം ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ തീരുകയാണ്. ആക്ച്വലി ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ റെക്കോർഡ് ആക്കിയിട്ടില്ല. രാവിലെ ജസ്റ്റ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് നൂറായുമായിട്ടുള്ള ജസ്റ്റ് ഒരു വ്ളോഗ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.